ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. അത് ഫസ്റ്റ് തന്നെ പറയുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻസൊക്കെ അയക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയട്ടെ. അപ്പോൾ തൃക്കാർത്തികയായിരുന്നു ഇന്നലെ. എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു. മനസ്സിൽ തൃപ്തിയായിട്ട് വിളക്കൊക്കെ വെച്ച് ആഘോഷിച്ചു. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഞങ്ങളൊരു പ്ലാൻ ചെയ്തിരുന്നു. ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാർത്തിക വിളക്ക് ഗംഭീരമാണല്ലോ, അപ്പോൾ പോയി കാണാമെന്നുള്ളൊരു ആഗ്രഹം പെട്ടെന്ന് തോന്നി. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൊക്കെ നമുക്ക് ഇവിടുന്ന് പോകാം. പോയിട്ട് അപ്പോൾ എങ്ങനെയായാലും ഒരു 7-7:30 മണിക്ക് എത്തും. അപ്പോൾ ഇതൊക്കെ കണ്ട് അവിടുന്ന് ഭക്ഷണമെങ്കിൽ അതൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു, ഒക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് തിരക്ക് കൂടുക. അതുമാതിരി തന്നെ ഷോപ്പിൽ ഞങ്ങൾക്കൊരു ചെറിയ ഷോപ്പുണ്ട്. അത് 4 വീലർ AC ഷോപ്പാണ്. അപ്പോൾ അവിടെ നല്ല തിരക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. സത്യം ഞാൻ പറയാം, ഉച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചു കേട്ടോ, വൈകുന്നേരം നല്ലൊരു ദിവസമായിട്ട് വിളക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ ഈശ്വര എന്ന് ചിന്തിച്ചതേ ഉള്ളൂ. പക്ഷേ അതുമാതിരി തന്നെ ഞാൻ വൈകുന്നേരം ഞങ്ങൾ ഉച്ചയ്ക്ക് പോയില്ലല്ലോ. വൈകുന്നേരം കാർത്തിക ദീപമൊക്കെ തെളിച്ച് മനസ്സ് തൃപ്തിയോടുകൂടി ഞങ്ങളൊരു 6:30 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു. ഏകദേശം 210 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ചോറ്റാനിക്കരയ്ക്ക് ഇവിടുന്ന്, കോഴിക്കോട് നിന്ന്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാറിലായിരിക്കും പോയിരിക്കുക എന്നുള്ളത്. അല്ല, 2 വീലറിലാണ് പോയത്. ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ഭ്രാന്തുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും ദൂരം 2 വീലറിൽ പോകുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. മേല് വേദനയ്ക്കും എല്ലാം ഉണ്ടാവും. എന്നാലും ഞങ്ങൾക്കത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് 2 വീലർ യാത്ര. പക്ഷെ ഇത്രയും ലോങ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യാത്ര വളരെ സുഖകരമാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ അപേക്ഷിച്ച് ബൈപ്പാസ് വന്നതോടുകൂടി എന്ത് സുഖമാണെന്നറിയോ യാത്ര. NH ബൈപ്പാസ് നീണ്ട് നിവർന്ന് അങ്ങനെ കിടക്കുകയല്ലേ, ഒരു കുലുക്കവും ഒന്നുമില്ലാതെ സുഖമായിട്ട് അത്രയും ദൂരം നമുക്ക് പോകാം. കുറച്ച് ദൂരം മാത്രമേ നോർമൽ റോഡിലുള്ള യാത്രയുള്ളൂ, എങ്കിലും പ്രയാസകരമാണ്. ഇത്രയും കിലോമീറ്ററുകൾ ഇരിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങളൊരു 6:30 മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഒരു ചോറ്റാനിക്കരയാണ് ഫസ്റ്റ് പോയത്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ചോറ്റാനിക്കര പോവാം, ഫസ്റ്റ് അവിടെ പോയിട്ട് അവിടെ തങ്ങിയിട്ട് ഇന്ന് കാലത്ത് ഒരു 3:30 മണിക്ക് നമുക്ക് എന്താ പറയുക, ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വിചാരിച്ചത് അവണങ്ങാട്ട്, നിങ്ങൾക്കറിയോ, തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അറിയില്ലേ, അതിൻ്റെ മൂലസ്ഥാനമാണ് കേട്ടോ അവണങ്ങാട്ട് കളരി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി തൊഴുതിട്ട് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണനെ കാണാൻ ഗുരുവായൂർ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ 6:30 മണിക്ക് പോയിട്ട് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡായിട്ട് തോന്നി. രാത്രി എന്തെങ്കിലും കഴിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അപ്പോൾ മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ദോശയും ചട്നിയും ഒക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു കോഫിയും കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മെല്ലെ യാത്ര തുടർന്നു. അങ്ങനെ പോയി ഞങ്ങൾ ചോറ്റാനിക്കരയിലെത്തി. അവിടെ എത്തുമ്പോഴേക്കും ഒരുവിധം ആയിട്ടുണ്ട്, നല്ല ടയേർഡായിട്ടുണ്ട്. ഏകദേശം ഒരു 11:30 11:15 കൂടിയിട്ടാണ് അവിടെ എത്തുന്നത്. റൂമുകളെല്ലാം ഫുള്ളാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ്, ഒറ്റ റൂമും കിട്ടാനില്ല. അങ്ങനെ തിരഞ്ഞ് ഞങ്ങൾക്കൊരു റൂം കിട്ടി. AC റൂംസാണ് അധികം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ തണുപ്പ് സമയത്ത് നമുക്ക് AC റൂം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പൈസയും വേസ്റ്റ് അല്ലേ. അങ്ങനെ നോർമലായിട്ടൊരു റൂം കിട്ടി. അവിടെ തങ്ങിയിട്ട് ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട് കിടക്കാൻ. ഒരു 2:30 മണിക്ക് എണീക്കണം. ആകെ 2 മണിക്കൂറാണ് ഉറക്കം. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറക്കേ വരില്ല. ആങ്സൈറ്റിയാണ്. ഏതാണ് എണീക്കോ ലേറ്റാവോ ഇങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. ഡീപ്പായിട്ട് ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല, നല്ല ക്ഷീണമുണ്ട് എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 3:30 മണിക്ക് എത്തി, ചോറ്റാനിക്കര എത്തി. തൊഴുത് നന്നായിട്ട് തൊഴാൻ പറ്റി അമ്മയെ. അവിടെയും തിരക്കുണ്ട് കേട്ടോ, സ്വാമിമാരുണ്ട്, ഒരുപാടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് സ്വാമിമാരുണ്ട്. കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് നന്നായിട്ട് തൊഴാൻ പറ്റി. അമ്മയെ എന്താ പറയുക,
കുളിപ്പിക്കുന്നൊരു സമയമാണ്. കുളിപ്പിക്കാൻ നമ്മൾ പറയാറില്ല, അഭിഷേകം ചെയ്യുന്നൊരു സമയമാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, തീർത്ഥമൊക്കെ സേവിക്കാൻ പറ്റി, ഭയങ്കര സന്തോഷം. അങ്ങനെ മനസ്സ് നിറഞ്ഞിറങ്ങി. അങ്ങനെ ഞങ്ങളൊരു 5:30 മണിക്ക് ആവണങ്ങാട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തു. 5:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഏകദേശം വെളിച്ചായി, സൂര്യപ്രകാശമൊക്കെ വന്ന് ഞങ്ങൾ ആവണങ്ങാട്ടെത്തി. അവിടെ എത്തിയിട്ട് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് നന്നായിട്ട് മനസ്സിരുത്തി തൊഴുത്. നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് പോകണം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ദേവസ്ഥാനത്ത് ഞങ്ങൾ പോവാറുണ്ട്, പക്ഷേ വഴിപാടുകളുള്ളത് അവിടെ ആയതുകൊണ്ട്, ആവണങ്ങാട്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ദേവസ്ഥാനത്ത് പുറത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച്. അങ്ങനെ സമയമില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ആവണങ്ങാട്ട് പോയി തൊഴുത് അങ്ങനെ നേരെ ഗുരുവായൂർക്ക് വെച്ചിടിച്ചു. ഗുരുവായൂർ എത്തുമ്പോൾ ഏകദേശം 9-9:30 അടുത്തിട്ടുണ്ട്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമ്മുടെ ഉണ്ണിക്കണ്ണന് ഭയങ്കര ഡിമാൻഡാണല്ലോ, ഭയങ്കര തിരക്കാണ്. ക്യൂ എന്ന് പറയുന്നത് വലിയ ക്യൂ ആണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഉള്ളിൽ ശ്രീകോവിലെത്തി അദ്ദേഹത്തെ കണ്ടു തൊഴാൻ സാധിക്കും. ക്യൂവിൽ വെയിറ്റ് ചെയ്ത് ഈവനിങ് ഒക്കെ ആവും തീർച്ചയായിട്ടും. പക്ഷെ ഞങ്ങളുടെ ഈ അവസ്ഥ, രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, 2 വീലറിലുമാണ്. അപ്പോൾ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഭഗവാനൊക്കെ അറിയാലോ, അതുകൊണ്ട് ഞങ്ങൾ ചുറ്റമ്പലത്തിൽ കയറി തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് കണ്ണനോട് കുറച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞ്. ഞാൻ പരിഭവങ്ങൾ അധികം പറയാറില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാൻ തോന്നില്ല, എന്താ പറയുക, ഇങ്ങനെ നോക്കി നിൽക്കും, കുറേ നാമം ജപിക്കും, പോരും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ബൈപ്പാസിലൂടെ വരുമ്പോഴേ ഞാൻ പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഇത്രയും കിലോമീറ്ററുകൾ നമ്മൾ ഇരുന്ന് സഞ്ചരിക്കുന്നുണ്ട്, രാത്രി ഉറങ്ങിയിട്ടുമില്ല, ഭയങ്കര ക്ഷീണം. ഇങ്ങനെ ഉറക്കം വന്ന് തൂങ്ങിപ്പോവുക, ബാക്കോട്ട് ഇങ്ങനെ പോവുക. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കാം, എന്താ പറയുക, ഒരു അപകടം ഒന്നും പറ്റാതെ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തി. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്തിനാ എത്ര റിസ്ക് എടുക്കുന്നത്, നിങ്ങൾക്കൊരു കാറ് എടുത്തൂടെ, റെൻറ്റിനെങ്കിലും എടുത്തിട്ട് പോയിക്കൂടെ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാറില്ല, ഇതുവരെയ്ക്കും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കും ഒരു കാറുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ റെൻറ്റിനെടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കാം, റിലേറ്റീവ്സിനോട് ചോദിക്കാം. പക്ഷേ ഞങ്ങൾ ചെയ്യാറില്ല, ഞങ്ങൾക്കത് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 2 വീലറിൽ തന്നെയാണ് പോവാറുള്ളത്. ഊട്ടിക്ക് പോവാറുണ്ട് 2 വീലറിൽ, മൈസൂരിൽ പോയിട്ടുണ്ട് 2 വീലറിൽ, അങ്ങനെ പോവാറുണ്ട്. പക്ഷേ ഇനിയൊക്കെ ചിന്തിക്കണം, ഒരു 4 വീലർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപകാരമാണ്. അമ്മ, പിന്നെ സിസ്റ്റർ ഇൻ ലോ, അങ്ങനെ ഒരുപാട് പേരൊക്കെ ആയിട്ട് പോകുമ്പോഴും ഉപകാരമല്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സമയം വന്നാൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ നടക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് തൃക്കാർത്തിക വിളക്കൊക്കെ വെച്ച് സന്തോഷമായിട്ട് അനുഗ്രഹം വാങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ചോറ്റാനിക്കരയൊക്കെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് കാലത്ത് എന്തായാലും വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല. കാരണം നമ്മൾ ഓടുക ചെയ്യാം, എങ്ങനെയെങ്കിലും അമ്പലത്തിലെത്തി തൊഴണം എന്നുള്ളൊരിതിൽ. അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇന്നലെ തൃക്കാർത്തിക വിളക്ക് വെച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. അതും വീഡിയോ ആയിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, സമയത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സമാധാനത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കുക, അതാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ താങ്ക്സ് കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു വട്ടം കൂടി ഞാൻ താങ്ക്സ് പറയാണ് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് സ്നേഹവും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോയിൽ കാണാം.